ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന നോമ്പുകാലത്തിൻ്റെ വിശുദ്ധ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ വീക്ഷണത്തിൽ ഉപവാസം എന്നാൽ കൂടെ വസിക്കുക എന്നതാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാപത്തിൽ നിന്നും ലോകവസ്തുക്കളിൽ നിന്നും അകന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ആന്തരിക പരിവർത്തനങ്ങൾ സംജാതമാകുന്നു. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ഇത്തരത്തിലുള്ള ഒരാത്മീയ പരിവർത്തനത്തിന് ഉതകുന്ന നാളുകളാണല്ലോ ഈ ഉപവാസത്തിൻ്റെ നാളുകൾ. പഴയ നിയമത്തിലുടനീളം ഉപവാസത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നാം കാണുന്നുണ്ട്. ദൈവകൽപ്പനകൾ സ്വീകരിക്കുന്നതിന് ഒരുക്കമായി മോശ മലമുകളിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതും ഇസ്രായേലിനെ കുറിച്ചുള്ള ജെറമിയ പ്രവാചകന്റെ പ്രവചനം വായിച്ചറിഞ്ഞ ദാനിയേൽ 21 ദിവസം ഉപവസിച്ചതും വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലുടനീളം ഉപവാസത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നാം വായിച്ചറിയുന്നുണ്ട്. മോശ ദൈവകൽപ്പനകൾ സ്വീകരിക്കുന്നതിനൊരുക്കമായി മലമുകളിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതും ജെറമിയ പ്രവാചകന്റെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞ് ദാനിയേൽ 21 ദിവസം ഉപവസിച്ചതും ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ദാവീദ് രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചതും ആഹാബ് രാജാവ് തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പാപത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് അനുദപിച്ച് ഉപവാസം പ്രഖ്യാപിച്ചതുമൊക്കെയും പഴയ നിയമത്തിലെ ഉപവാസ വിവരണങ്ങളിൽ പെടുന്നവയാണ്. ഇവയെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവത്തോട് അടുക്കുന്നത് വഴി ഹൃദയ പരിവർത്തനങ്ങൾ സ്വന്തമാക്കി ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളാണ്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് പഠിപ്പിക്കുന്നത് ഉപവസിക്കുക എന്നാൽ മാലാഖമാരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നാണെന്നാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതനുസരിച്ച് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറഴിക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതാണ് ഉപവാസമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കിടുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും ഭവനരഹിതനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നതുമൊക്കെ ഉപവാസത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഉപവാസം ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനം തന്നെയാണ് ഉപവാസം. മനുഷ്യനോട് നീതിനിഷ്ഠവും മനുഷ്യത്വപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ സാധ്യമാകുക, അതിന് കഴിയണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗമാണ് ഉപവാസം. ജോയേൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രയം നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള മാർഗമാണ് ഉപവാസമെന്ന്. മാംസം കേടുകൂടാതെ ഉപ്പ് സൂക്ഷിക്കുന്നത് പോലെ പുണ്യത്തിൽ നിലനിൽക്കാനും വളരാനും അതിലെല്ലാ കാലത്തും ജീവിക്കുന്നതിനും ഉപവാസം നമ്മെ സഹായിക്കുന്നുവെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ നോമ്പാചരണം നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനം മാത്രമല്ല, പുതിയ സൃഷ്ടിയായി മാറാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമമാണ്. പുതിയ സൃഷ്ടിയായി നാം മാറുന്നത് ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുമ്പോഴാണ്. ഉപവാസം ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനും ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാനും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടാനുമാണ്. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.